വ്യവസായ വികസനത്തിൻ്റെ ഇവർ അവകാശപ്പെടുന്ന വികസനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പൈലറ്റ് എന്ന് പറയുന്നത് പി രാജീവ് തന്നെയാണ്. അദ്ദേഹമാണ് അവിടെ വീണ്ടും മത്സരിക്കുന്നത്. ഈ ശ്രീധരൻ്റെ നേതൃത്വത്തിൽ ഒരു സമിതിയൊക്കെ ഒന്ന് പരിശോധിച്ച് ഈ പാലം ഒട്ടും വിള്ളലുണ്ട്, സഞ്ചാരയോഗ്യമല്ലായിരുന്നു. അങ്ങനെ ജനങ്ങൾക്ക് മുമ്പിൽ ഇത് പൊളിക്കുകയാണ്. അദ്ദേഹത്തെ വീണ്ടും മത്സരിപ്പിക്കുന്നതിൽ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ നേതൃത്വത്തിൽ എതിർപ്പുകളുണ്ടായിരുന്നു. അവിടുത്തെ ഒരു വിഭാഗം അതിനെ ശക്തമായി എതിർക്കുന്നുണ്ടായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വാശിയേറിയ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങൾ അവലോകനം ചെയ്യുന്ന റിസാൽ അപ്ഡേറ്റിൻ്റെ തെരഞ്ഞെടുപ്പ് അവലോകന പരിപാടിയായ ബിഗ് ഫൈറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കളമശ്ശേരി നിയമസഭാ മണ്ഡലത്തെക്കുറിച്ചാണ്. മന്ത്രിമണ്ഡലം എന്നതിലുപരി വാശിയേറിയ ഒരു മത്സരത്തിന് തന്നെ ഇക്കുറി മണ്ഡലം സാക്ഷി വഹിക്കുന്നുണ്ട്. മന്ത്രി പി രാജീവാണ് LDF സ്ഥാനാർത്ഥി. മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകനും മുസ്ലിം ലീഗ് നേതാവുമായ V അബ്ദുൽ ഗഫൂറാണ് UDFൻ്റെ സ്ഥാനാർത്ഥിയായി രംഗത്തെത്തുന്നത്. ഇതോടൊപ്പം തന്നെ PD ജയസിന് വേണ്ടി NDAക്ക് വേണ്ടി MP ബിനുവും സ്ഥാനാർത്ഥിയാകുന്നു. നമസ്കാരം. ഈ കളമശ്ശേരി മണ്ഡലത്തിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കളമശ്ശേരി മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രമെന്ന് പറയുന്നത് ഒരു പതിറ്റാണ്ടോളം UDFനോട് ചേർന്ന് നിന്ന ഒരു മണ്ഡലം. മുസ്ലിം ലീഗിന് കാര്യമായ സ്വാധീനം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കണക്കൂട്ടാൻ പറ്റുന്നൊരു മണ്ഡലം. 2011-ലും 2016-ലും മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി UDFന് വേണ്ടി രംഗത്തിറങ്ങിയ ഇബ്രാഹിം കുഞ്ഞ്, അദ്ദേഹം പിൽക്കാലത്ത് മന്ത്രിയൊക്കെ ആയിരുന്നു. അദ്ദേഹം വളരെ ഈസിയായിട്ട് ജയിച്ചുകൊണ്ടിരുന്നൊരു മണ്ഡലം. ഇപ്പോൾ തന്നെ 2021-ൽ ആ മണ്ഡലത്തിൽ ഒരു അട്ടിമറി നടക്കുന്നു. കന്നി അംഗത്തിൽ തന്നെ പി രാജീവ് വലിയൊരു വിജയം മണ്ഡലത്തിൽ നേടുന്നു. എനിക്കൊന്ന് 15,336 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലൊക്കെയാണ് അദ്ദേഹം അവിടെ ഒരു അട്ടിമറി വിജയം നടക്കുന്നത്. അന്നും V അബ്ദുൽ ഗഫൂർ തന്നെയാണ് സ്ഥാനാർത്ഥി. അപ്പോൾ രണ്ടും ഒരു പുനരാവർത്തനം പോലെ 2026-ൽ വീണ്ടും UDFന് വേണ്ടി VK ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകനും ഈ മുസ്ലിം ലീഗ് നേതാവുമായ V അബ്ദുൽ ഗഫൂർ തന്നെ കളത്തിലിറങ്ങുന്നു. ഇപ്പുറത്തെ സ്ഥാനാർത്ഥിയായി പി രാജീവ് തന്നെ രംഗത്തെത്തുന്നു. ഒപ്പം പതിവ് പോലെ BJPയിൽ വലിയ കാര്യമായ മാറ്റം, NDAയിൽ കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല. VDS തന്നെയാണ് സ്ഥാനാർത്ഥി. MP ബിനു തന്നെ അവിടെ വരുന്നു. അപ്പം ഫോർമുലയൊക്കെ ഏകദേശം പഴയതാണ്. പക്ഷേ കളമശ്ശേരിയിലെ മണ്ഡലം, അവിടെ നടക്കുന്ന ഒരു മത്സരം, അതിനൊരു പുതുമ വരുന്നത് പുതിയൊരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ്. പുതിയ സാഹചര്യങ്ങളും അതുമാത്രമല്ല കേരളത്തിൽ ഇപ്പോൾ ഉള്ള പല രാഷ്ട്രീയ സംഭവങ്ങളുടെ കൂടെ പശ്ചാത്തലത്തിലാണ് കളമശ്ശേരിയിലെ മത്സരത്തിലേക്ക് നമ്മൾ ഒരു സീരിയസ് ഫൈറ്റ് നടക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്. അപ്പോൾ കളമശ്ശേരിയിലെ ഫൈറ്റ് സീരിയസ് ഫൈറ്റ് തന്നെയല്ലേ? തീർച്ചയായിട്ടും 2021-ലെ സാഹചര്യമല്ല 2026 നിലനിൽക്കുന്നത്. കളമശ്ശേരി മണ്ഡലത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ 2011-ലും 2016-ലും VK ഇബ്രാഹിം കുഞ്ഞ് വലിയ ഭൂരിപക്ഷത്തിൽ, കാര്യമായ ഭൂരിപക്ഷത്തിൽ തന്നെ ജയിച്ചൊരു മണ്ഡലമാണ്. അതിനു മുമ്പ് അദ്ദേഹം മട്ടാഞ്ചേരിയിൽ നിന്നാണ് 2 തവണ ജയിച്ചത്. അവിടെ നിന്ന് ജയിച്ചതിന് ശേഷമാണ് UDFിലുണ്ടായ സീറ്റ് വെച്ചുമാറലിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം ഈ പ്രദേശത്തുകാരനാണ്, കൊങ്ങോർപ്പള്ളിക്കാരനായ ആളാണ് ഇബ്രാഹിം കുഞ്ഞെന്ന്. തൊഴിലാളി പ്രവർത്തകനായി തൊഴിലാളിയായി ജീവിതം ആരംഭിക്കുകയും തൊഴിലാളി പ്രവർത്തകനായി മാറുകയും അങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലം കൂടെ അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ 2011-ൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ അദ്ദേഹം സാമാന്യം മെച്ചപ്പെട്ടൊരു ഭൂരിപക്ഷത്തിന് തന്നെ ജയിക്കുന്നുണ്ട്. അദ്ദേഹം അന്ന് പരാജയപ്പെടുന്നത് പക്ഷേ മറ്റൊരു തൊഴിലാളി നേതാവായ CPMലെ തൊഴിലാളി നേതാവായ CITUവിൻ്റെ ഒക്കെ നേതാവായ K ചന്ദ്രൻപിള്ളയാണ്. ചന്ദ്രൻപിള്ള 7,789 വോട്ടിനാണ് 2011-ലെ തെരഞ്ഞെടുപ്പിൽ VK ഇബ്രാഹിം കുഞ്ഞ് പരാജയപ്പെടുത്തുന്നത്. അന്ന് അവിടെ BJPക്ക് കിട്ടിയ വോട്ട് 8,438 വോട്ടായിരുന്നു. ഇത് നമ്മളിതിൻ്റെ കണക്കുകൾ പരിശോധിച്ചാൽ VK ഇബ്രാഹിം കുഞ്ഞിന് 2011-ൽ 62,843 വോട്ട്, അതായത് 47.73% വോട്ട്. ചന്ദ്രൻപിള്ളയ്ക്ക് 55,054 വോട്ടാണ്, 41.81% വോട്ടാണ് 2011 ലഭിച്ചത്. P കൃഷ്ണദാസിന് 8,438 വോട്ട്, 6.41% വോട്ട് മാത്രമാണ് 2011 ലഭിച്ചത്. പക്ഷേ നമ്മൾ 2016-ലേക്ക് വരുമ്പോൾ ചിത്രത്തിൽ കുറച്ചൊരു മാറ്റമുണ്ട്. ആ മാറ്റം അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അന്ന് VK ഇബ്രാഹിം കുഞ്ഞിൻ്റെ ഭൂരിപക്ഷം കൂടുകയാണ്, ഏകദേശം 5,000 വോട്ടോളം ഭൂരിപക്ഷം വർദ്ധിക്കുകയാണ് ചെയ്തത്. അത് ഇബ്രാഹിം കുഞ്ഞ് തന്നെയാണ് അവിടെ ജയിക്കുന്നത്. 12,118 വോട്ടിനാണ് CPMലെ AM യൂസഫിനെ അദ്ദേഹം പരാജയപ്പെടുത്തുന്നത്. ഇബ്രാഹിം കുഞ്ഞിന് അന്ന് ലഭിച്ച വോട്ട് 68,726 44.37% വോട്ട്. അവിടെ ആ വോട്ടിംഗ് പെർസെൻറ്റേജ് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് 3%-ലധികം വോട്ടുകൾ കുറയുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കൂടിയപ്പോഴും വോട്ടിംഗ് ശതമാനം കുറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ കാണാൻ കഴിയുന്നത്.
എം യൂസഫിൻ്റെ വോട്ടിംഗ് ശതമാനത്തിലും കുറവുണ്ട്. 56,608 വോട്ട് അദ്ദേഹം ലഭിച്ചെങ്കിലും 37.55% വോട്ടുകൾ കുറയുകയാണ് ഉണ്ടായത്. അതായത് കെ ചന്ദ്രൻപിള്ളയ്ക്ക് ലഭിച്ചതിനെ അപേക്ഷിച്ച് 4% വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട്. അതിന് കാരണമായത് 2016 NDA സ്ഥാനാർത്ഥി BD ജയസിൻ്റെ വി ഗോപകുമാറായിരുന്നു. അദ്ദേഹം ആ മണ്ഡലത്തിൽ 24,244 വോട്ടുകൾ നേടി. അദ്ദേഹത്തിന് 15.65% വോട്ടുകൾ ലഭിച്ചു. ഈ വോട്ടുകളുടെ NDA സ്ഥാനാർത്ഥിയുടെ വോട്ട് വർധനയാണ് യഥാർത്ഥത്തിൽ ഈ രണ്ടുപേരുടെയും VK ഇബ്രാഹിം കുഞ്ഞിൻ്റെയും അതുപോലെ തന്നെ AM യൂസഫിൻ്റെയും വോട്ട് ശതമാനത്തിലുണ്ടായ കുറവിന് കാരണമായത്. ഇതാണ് 2016 സംഭവിച്ചത്. ഇനി 2021 വരുമ്പോൾ ഈ മണ്ഡലത്തിൻ്റെ വലിയൊരു അട്ടിമറി നടക്കുകയാണ്. 11ലും 16ലും മണ്ഡല രൂപീകരണത്തിന് ശേഷം നടന്ന 2 തെരഞ്ഞെടുപ്പിലും UDFനെ പൂർണ്ണമായും പിന്തുണച്ച മണ്ഡലം 2021 രാജീവ് മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ജയിക്കുകയാണ് ചെയ്തത്. 15,336 വോട്ടിനാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയായ വി അബ്ദുൽ ഗഫൂറിനെ പരാജയപ്പെടുന്നത്. VK ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകനാണ് അബ്ദുൽ ഗഫൂർ. അന്ന് രാജീവിന് ലഭിച്ച വോട്ട് 77,141 വോട്ടുകളാണ്. വോട്ടിംഗ് ശതമാനം 49.49%. അതായത് AM യൂസഫിന് ലഭിച്ച 37.55 വോട്ടിനേക്കാൾ ഏകദേശം 12% വോട്ടിൻ്റെ വർധന പി രാജീവിന് ലഭിച്ചു. വി അബ്ദുൽ ഗഫൂറിനാകട്ടെ VK ഇബ്രാഹിം കുഞ്ഞിൽ 44.37% വോട്ട് ലഭിച്ചുവെങ്കിൽ 5% കുറഞ്ഞ് 39.65% കുറയുകയാണ് ചെയ്തത്. അങ്ങനെയാണ്. അതേസമയം ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ NDAയുടെ വോട്ടിംഗ് ശതമാനത്തിലും വോട്ടിലും വലിയ കുറവ് രേഖപ്പെടുത്തുകയും ചെയ്തു. 11,179 വോട്ടാണ് അന്ന് മത്സരിച്ച PS ജയരാജന് ലഭിച്ചത്. 7.17%. അതായത് വോട്ടിംഗ് ശതമാനം നേരെ പകുതിയിലധികം കുറഞ്ഞു എന്നുള്ളതാണ് വരുന്നത്. ഇങ്ങനെയാണ് 2021 തെരഞ്ഞെടുപ്പ് ചിത്രം കാണുന്നത്. 2021 തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലം നഷ്ടപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അന്ന് VK ഇബ്രാഹിം കുഞ്ഞിനെതിരെ ഉണ്ടായ ആരോപണങ്ങൾ തന്നെയായിരുന്നു. അതായത് പാലാരിവട്ടം പാലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാലാരിവട്ടം പാലം പൂർത്തിയാക്കിയെങ്കിലും ആ പാലം പണിയിൽ കൃത്രിമത്വവും അഴിമതിയും നടന്നു. പാലം പണി അപകടകരമായ രീതിയിലാണ് പാലം നിർമ്മിച്ചത് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉയർന്നു വരികയും അതിനെ തുടർന്ന് പരിശോധനകൾ നടക്കുകയും ഒക്കെ ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇബ്രാഹിം കുഞ്ഞ് ജയിലിൽ പോകുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഇതിൻ്റെ ഒരു തുടർച്ചയിലാണ് 2021 തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകൻ തന്നെയാണ് സ്ഥാനാർത്ഥി. അന്ന് തന്നെ മുസ്ലിം ലീഗിലും UDFലും എതിർപ്പുകളുണ്ടായിരുന്നു ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകന് ഈ സീറ്റ് കൊടുക്കുന്ന കാര്യത്തിൽ. സ്വാഭാവികമായി തന്നെ പി രാജീവിനെ പോലെ ശക്തനായ ഒരാൾ ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് അതിൻ്റെ അഡ്വാൻറ്റേജ് രാജീവിന് ലഭിക്കുകയും ചെയ്തു. ഇതാണ് 2021 സംഭവിച്ചത്. ഒരുപക്ഷെ ഈ മുസ്ലിം അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ വോട്ട് ബാങ്കിൽ ഉണ്ടായിട്ടുള്ള ഒരു ചോർച്ചയുണ്ട്. BD ജെയ്സിൻ്റെ വോട്ട് ബാങ്കിൽ ഉണ്ടായിട്ടുള്ള ഏകദേശം പകുതിയോളം വോട്ട് ചോർന്നിട്ടുണ്ട് 2016 അപേക്ഷിച്ച്. അപ്പോൾ ഒരു കൺസോളിഡേഷൻ ഈ രാജീവിന് അനുകൂലമായി രൂപപ്പെട്ടു എന്ന് വേണം മണ്ഡലത്തിൽ നമുക്ക് അനുമാനിക്കാം 2021. ആ ഒരു കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത് അപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിനൊക്കെ അപ്പുറം. കാരണം പാലാരിവട്ടം പാലം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും രാജീവ് എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റിന് അനുകൂലമായി പല ഘടകങ്ങൾ ആ മണ്ഡലത്തിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു മുസ്ലിം ലീഗിൻ്റെ മണ്ഡലമായതുകൊണ്ടൊക്കെ തന്നെ. അപ്പോൾ അത്തരത്തിലൊരു വോട്ട് കൺസോൾട്ടേഷൻ രാജീവിന് അനുകൂലമായൊരു ബ്ലോക്ക് രൂപപ്പെട്ടിരുന്നുവെന്ന് വേണം കരുതാൻ. കൃത്യമായിട്ട് വോട്ട് മാറിയിരിക്കുന്നതാണ്. നമുക്കത് എനിക്ക് തോന്നുന്നു ആ കണക്കുകൾ തന്നെ വ്യക്തമാണ്. ഇത്ര ശതമാനം വോട്ട് ഇവിടെ ഇങ്ങോട്ട് മറിയുന്നു, ഇത്ര ശതമാനം ഭൂരിപക്ഷം പി രാജീവിന് വരുന്നു. അപ്പോൾ ആ ഒരു വോട്ട് ബാങ്കിൽ കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഒരു പക്ഷേ 2026 നമ്മൾ വലിയൊരു മത്സരത്തിൻ്റെ പക്ഷേ 2021 രാഷ്ട്രീയ സാഹചര്യം കൂടെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയ സാഹചര്യം എന്ന് പറഞ്ഞാൽ LDFന് അനുകൂലമായ ഒരു വലിയ തരംഗമാണ് 2021 ഉണ്ടായതെന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. മാത്രമല്ല ഈ പാലാരിവട്ടം പാലം എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല. പഞ്ചവടി പാലം എന്ന് കോടതി തന്നെ വിശേഷിപ്പിച്ച സാധനമാണ്. ഈ പാലം പൊളിക്കുകയാണ്. 2016 പിണറായി വിജയൻ ഈ പാലം തുറന്നു കൊടുക്കുന്നു. തൊട്ടു പിന്നാലെ പാലത്തിന് കുഴപ്പങ്ങൾ കണ്ടെത്തി തുടരെ വാർത്തകൾ വരുന്നു. ഇതെല്ലാം ജനങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കണമെന്നുള്ള ഉത്തരവൊക്കെ. അതെ, അങ്ങനെ ജനങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ശ്രീധരൻ്റെ നേതൃത്വത്തിൽ ഒരു സമിതിയൊക്കെ ഒന്ന് പരിശോധിച്ച് ഈ പാലം ഒട്ടും വിള്ളലുണ്ട്, സഞ്ചാരയോഗ്യമല്ലായിരുന്നു. അങ്ങനെ ജനങ്ങൾക്ക് മുമ്പിൽ ഇത് പൊളിക്കുകയാണ്. പുതിയ പാലം പൊളിച്ചു നീക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പുനർനിർമ്മാണം തന്നെയാണ്. പിന്നെ തുടർച്ചയായിട്ട് ഇത് വാർത്തയിൽ വരികയാണ്. അപ്പോൾ പൂർണ്ണമായും അഴിമതിക്കാരനായിട്ടുള്ള ഒരു മന്ത്രി എന്ന രീതിയിൽ ഒരു ഇമേജ് അദ്ദേഹത്തിന്
അദ്ദേഹം നല്ല ഗവേണൻസിന് അവാർഡൊക്കെ മേടിച്ചിട്ടുള്ള ആളാണ്. മികച്ച മന്ത്രിയായിട്ട് പലപ്പോഴും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ള ഒരാളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ വ്യക്തിയുടെ ഒരു പക്ഷേ അതിൻ്റെ ഒരു ഐറണി എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹം ഒരു അഴിമതിക്കാരനെ വ്യക്തിയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു, ജയിൽ വാസത്തിലേക്ക് എത്തുന്നു. അപ്പോൾ ആ ഒരു ഇമേജ് അവിടെ നിൽക്കുമ്പോൾ തന്നെയും പി രാജീവ് എന്ന് പറയുന്ന ഒരു തുടക്കക്കാരൻ മണ്ഡലത്തിൽ വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അനുകൂലമായൊരു രാജീവിൻ്റെ വിദ്യാർത്ഥി സംഘടനാ കാലത്തെ പ്രവർത്തന മേഖല കൂടിയായിരുന്നു. അതെ അങ്ങനെ ഒരു സംഗതി, നാട്ടുകാരൻ കൂടിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇബ്രാഹിം കുഞ്ഞ് ഏത് രീതിയിലാണോ നാട്ടുകാരനായത്, രാജീവിൻ്റെ പ്രവർത്തനം അതേപോലെ തന്നെ വളരെ തദ്ദേശീയരായ രണ്ടാളുകളുടെ അല്ലെങ്കിൽ രണ്ട് മനുഷ്യരുടെ പോരാട്ടമായിട്ട് കളമശ്ശേരി തെരഞ്ഞെടുപ്പ് മാറി. ഇക്കുറി അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ കളമശ്ശേരിയിലെ ഈ പോരാട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ തദ്ദേശീയരായ രണ്ടാളുകളുടെ മണ്ഡലത്തെ അറിയുന്ന രണ്ടാളുകളുടെ പോരാട്ടമായിട്ട് വേണം കരുതാൻ. അപ്പോൾ UDF സ്ഥാനാർത്ഥി ആവർത്തിച്ച് പറയുന്നുണ്ട്, വി അബ്ദുൽ ഗഫൂർ തുടർച്ചയായി പറയുന്നുണ്ട്, ഞാൻ ഈ മണ്ഡലത്തിൽ പുതിയ ആളൊന്നുമല്ല, മണ്ഡലത്തിൽ എല്ലാവർക്കും എന്നെ അറിയാം, ഇവിടെ കാണുന്ന വികസനങ്ങളൊക്കെ ഒരുപക്ഷെ ഇതിൻ്റെ ഒരു വലിയ പങ്ക് നടന്നത്, ഇതിനേക്കാൾ ഒരുപാടധികം വികസനങ്ങൾ കൊണ്ടുവന്നത് 2011 മുതൽ 16 കാലഘട്ടത്തിൽ 2 ടേമിലായിട്ട് അദ്ദേഹത്തിൻ്റെ പിതാവ് കൂടിയായ ഇബ്രാഹിം കുഞ്ഞ് മന്ത്രിയായിരിക്കുമ്പോഴാണ്. അതിനുശേഷം വന്നിട്ടുള്ള ഒരു പാലം പണിക്ക് പോലും 10 കട്ടൗട്ടുകൾ ഉയർത്തി പ്രചാരണം നടത്തുകയൊക്കെയാണെന്നാണ് അബ്ദുൽ ഗഫൂർ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മറുവശത്ത് രാജീവിൻ്റെ കയ്യിൽ ഒരു ലിസ്റ്റാണ് പദ്ധതികളുടെ. വ്യവസായ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ചെയ്ത കാര്യം, അതായത് വ്യാവസായികമായിട്ട് വളരെ ശ്രദ്ധേയമായ ഒരു സ്ഥലമാണ് ഈ കളമശ്ശേരി. ഒരുപാട് വ്യവസായ മേഖലയാണ്, വ്യവസായ സ്ഥാപനങ്ങളുള്ള ഒരു സ്ഥലത്ത് മന്ത്രി ഇങ്ങനെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പദ്ധതികളുടെ ലിസ്റ്റാണ്, നടപ്പിലാക്കിയ പദ്ധതികളുടെ. അപ്പോൾ വളരെ സീരിയസ് ആയിട്ടാണ് അത് അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ വ്യവസായ മന്ത്രി എന്ന നിലയിൽ മണ്ഡലത്തിൽ കാര്യമായി ഇടപെടാൻ രാജീവിനായിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ വിലയിരുത്തപ്പെടുന്നത്. ഒപ്പം ഇപ്പുറത്ത് UDF ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപം കൊണ്ടുവരുന്നു, മന്ത്രി എന്ന നിലയിൽ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല, ചെയ്ത കാര്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രചാരണം കൊടുക്കുകയും ഒരു PR സ്റ്റണ്ട് നടത്തുകയും ചെയ്യുന്നു ഒക്കെ ഉള്ളതാണ് ആരോപണം വരുന്നത്. BDJS അപ്രസക്തമാണ് ഏകദേശം. NDAക്ക് വലിയ റോളൊന്നുമില്ല. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ അതല്ല, ഈ 2026 എത്തുമ്പോൾ അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പും വേറെ ചിത്രമാണ് നൽകുന്നത്. പി രാജീവോടെ നടപ്പാക്കിയ പദ്ധതികൾ വികസനത്തെ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് LDF അവിടെ ക്യാമ്പയിൻ നടത്തുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരാൾ പി രാജീവ് തന്നെയാണ്. അതായത് വ്യവസായ വികസനത്തിൻ്റെ, ഇവർ അവകാശപ്പെടുന്ന വികസനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പൈലറ്റ് എന്ന് പറയുന്നത് പി രാജീവ് തന്നെയാണ്. അദ്ദേഹമാണ് അവിടെ വീണ്ടും മത്സരിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പും 25 നടന്ന തദ്ദേശഭരണ തെരഞ്ഞെടുപ്പും പരിശോധിക്കുമ്പോൾ ഈ അവകാശവാദങ്ങളുടെയും നേട്ടങ്ങളുടെയും ഒന്നും ഫലം LDFന് കിട്ടിയിട്ടില്ല എന്നൊരു പ്രശ്നം കൂടെ നമ്മൾ കാണേണ്ടതുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്നുള്ളത് വളരെ ഗൗരവമായി പരിശോധിക്കുക. അങ്ങനെയാണ് രാഷ്ട്രീയ സാഹചര്യം മാറി എന്നുള്ളൊരു പ്രശ്നം. മാത്രമല്ല ഇത്തവണ ഇപ്പം VK ഇബ്രാഹിം കുഞ്ഞിനെതിരെ ഉണ്ടായ ഈ പാലാരിവട്ടം പാലം പോലുള്ള ആ ആരോപണങ്ങൾ ഇത്തവണ കാര്യമായി ചിലവാകില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മകൻ രണ്ടാമത്തെ തവണ വേറൊരു തരത്തിലാണ് ഇത്തവണ മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത്. പക്ഷേ അദ്ദേഹത്തിനെതിരായിട്ടുള്ള എതിരഭിപ്രായങ്ങളും മുന്നണിക്കുള്ളിലും മുസ്ലിം ലീഗിനകത്തുമൊക്കെയുള്ള പ്രശ്നങ്ങൾ വേറെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ 2024 ഹൈബി ഈഡൻ ഈ മണ്ഡലത്തിൽ നേടുന്നത് 76,227 വോട്ടാണ്. KJ ഷൈൻ ടീച്ചറായിരുന്നു അന്ന് LDFന് വേണ്ടി മത്സരിച്ചത്. ഷൈൻ ടീച്ചർക്ക് 37,780 വോട്ട് ആണ് ലഭിച്ചത്. KS രാധാകൃഷ്ണൻ BJPയുടെ സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുമ്പോൾ 21,144 വോട്ടാണ്. പക്ഷേ ഈ കളമശ്ശേരി മണ്ഡലത്തിൽ മാത്രം ഹൈബി ഈഡൻ ലഭിച്ച വോട്ടിൻ്റെ ലീഡ് എന്ന് പറയുന്നത് 38,447 വോട്ടിൻ്റെ ലീഡാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ കിട്ടിയത്. മൊത്തത്തിൽ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷം അന്ന് കിട്ടിയ 2.5 ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഹൈബി ഈഡന് ലഭിക്കുകയും ചെയ്തത്. അത് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരണമെന്നൊരു നിർബന്ധമില്ല, അത് സാധ്യത വളരെ കുറവാണ്. പക്ഷേ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് UDFന് അനുകൂലമാണ് സ്ഥിതി എന്നുള്ളതാണ്. പിന്നെ ഈ കണക്കൊന്ന് പരിശോധിച്ചാൽ അത് ശരിയാണ്. കഴിഞ്ഞ 30 വർഷം ഇടതുമുന്നണി കൈവശം വെച്ചിരുന്ന ആലങ്ങാട് പഞ്ചായത്തിൽ 24-ൽ 18 സീറ്റ് UDF ആണ്. ഏലൂർ നഗരസഭയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ UDFന് 12 സീറ്റും LDFന് 15 സീറ്റും LDF ആണ് ഭരിക്കുന്നത്. അതേപോലെ കളമശ്ശേരിയിൽ UDF 46 വാർഡിൽ 30 വാർഡും UDFൻ്റെ ലഭിച്ചു. അതാണ്. 10 വർഷം LDF ഭരിച്ചിട്ടുള്ള കരുമാലൂരിൽ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ 22-ൽ 13 സീറ്റ് UDFനാണ്. കുന്നുകരയിൽ 16-ൽ 9 സീറ്റും UDF ആണ്. കടുങ്ങല്ലൂരിൽ 24-ൽ 14 സീറ്റ്.
അതേപോലെ ഏലൂർ നഗരസഭയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു 32-ൽ 15 സീറ്റ് എൽ ഡി എഫിനാണ്, 12 യു ഡി എഫ് ആണ്, ബാക്കി BJP ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു മിക്സഡ് റിസൾട്ട് നമുക്ക് പറയാം. എങ്കിലും കൃത്യം ഒരു യു ഡി എഫിന് ഒരു മുന്നേറ്റമുണ്ട്. അത് എറണാകുളം മണ്ഡലത്തിൻ്റെ ഒരു പൊതു സ്വഭാവമാണ്. യു ഡി എഫിന് വലിയ മേൽക്കൈയുള്ള ഒരു മേഖലയാണ്. പലപ്പോഴും നേരിയ ഭൂരിപക്ഷത്തിനാണ് ജയിക്കുന്ന സ്ഥലത്തെങ്കിലും എൽ ഡി എഫ് ജയിക്കാറില്ല. ഒന്നോ വിരലെണ്ണാവുന്ന മണ്ഡലങ്ങളിലാണ് എൽ ഡി എഫിൻ്റെ പ്രകടനം അവിടെ. പക്ഷേ ഈ പഞ്ചായത്തുകളിൽ എൽ ഡി എഫിൻ്റെ ഒരു മേൽക്കൈ തകർക്കാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞിട്ടുണ്ട്, യു ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ടായിട്ടുണ്ട്. അത് പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ നമ്മുടെ മുന്നിലുണ്ടായിരുന്ന കണക്ക് പോലെ ഇപ്പോൾ കേരളത്തിൽ പല മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ളൊരു പ്രതിഭാസം നമ്മൾ കാണാറുണ്ട്. ഇപ്പം രാഹുൽ ഗാന്ധി വലിയ ഭൂരിപക്ഷത്തിലാണ് വയനാട് നിന്ന് വന്നത്. അതേസമയം വയനാട്ടിലെ 3 മണ്ഡലങ്ങൾ എടുത്തു നോക്കിയാൽ ഏകദേശം എൽ ഡി എഫിൽ പല മണ്ഡലങ്ങളും മുന്നോട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഇങ്ങനെയുള്ള പോക്കറ്റുകളുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് കേരളം പ്രതികരിക്കുന്ന രീതി വേറെയാണ്. ദേശീയ തലത്തിൽ ഒരു മുന്നണി ലക്ഷ്യം വെച്ചിട്ടാണ് കേരളം വോട്ട് ചെയ്യുക. വളരെ പ്രബുദ്ധരായ വോട്ടർമാരാണ് നമ്മളെ ആ വിഷയത്തിൽ പറയേണ്ടി വരും. കാരണം അത്തരത്തിലൊരു ചിന്താഗതിയാണ് നമ്മളെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നയിക്കുക. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം വേറെ രീതിയിലാണ് പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ അങ്ങനെ ആവണമെന്നില്ല, നമ്മുടെ ഒരു അനുമാനമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ 2 സ്ഥാനാർത്ഥികൾ ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. പി രാജീവുണ്ട്. അപ്പോൾ പി രാജീവ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രകടന മുൻനിർത്തിയാണ് അദ്ദേഹം വോട്ട് ചോദിക്കുന്നത്. ഞാൻ ഇന്നതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എനിക്കതിന് പകരമായിട്ട് വോട്ട് തന്നാൽ ഇനിയും ഇന്നതൊക്കെ ഞാൻ ചെയ്യും. അപ്പുറത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി പറയുന്നു, അദ്ദേഹം പറയുന്നത് അത്ര അങ്ങോട്ട് വിശ്വസിക്കാനില്ല, അദ്ദേഹം ഇന്നതൊന്നും ചെയ്തിട്ടില്ല, എങ്കിലും ചെയ്ത കുറച്ച് കാര്യങ്ങൾക്ക് അദ്ദേഹം വലിയ രീതിയിൽ ഊതിപ്പെരുപ്പിച്ച് നിങ്ങളുടെ മുമ്പിൽ വലിയൊരു സാധനമാക്കി മാറ്റി നിങ്ങളെ കബളിപ്പിക്കുകയാണ്. ഇതല്ല വികസനം, ഞാൻ കുറച്ചുകൂടെ നല്ല കാര്യങ്ങൾ, നല്ല നാളെ, നല്ല കളമശ്ശേരി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും. അങ്ങനെ 2 വ്യത്യസ്തതരം ആശയങ്ങളുടെ ഒരു കൊളീഷൻ കളമശ്ശേരിയുടെ ഒരു പൊതുബോധത്തിൽ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഈ വോട്ട് ബാങ്കിൻ്റെ അല്ലെങ്കിൽ ഒരു വോട്ട് ഷിഫ്റ്റ് എങ്ങോട്ടുണ്ടാവും എന്നുള്ളതാണ്. നമ്മൾ ഈ മുസ്ലിം ലീഗിൻ്റെ വോട്ട് പൊതുവേ ഒരു കൺസോൾട്ടേറ്റഡ് ബ്ലോക്കായിട്ട് അതൊരു യു ഡി എഫ് വോട്ട് ആയിട്ട് കാണാൻ അതെ ലീഗിന് വലിയ വോട്ടിംഗ് ഉള്ള പ്രദേശമല്ല അത്. മുസ്ലിം സമുദായത്തിന് കാര്യമായൊരു വേരോട്ടമുള്ളൊരു സ്ഥലമാണ്. മറിച്ച് പാർട്ടി എന്ന നിലയിൽ വലിയൊരു അവർക്ക് യു ഡി എഫിൻ്റെ മുന്നണിയിൽ ഉള്ള വീതം വെപ്പിൻ്റെ ഭാഗമായി ഇവർക്ക് ലഭിക്കുമെന്നല്ലാതെ മുസ്ലിം ലീഗിന് വലിയൊരു മുൻകൈയുള്ള സ്ഥലമല്ല ഈ കളമശ്ശേരി എന്ന് പറയുന്ന സ്ഥലം. ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ തന്നെ ഈ ഇദ്ദേഹം വീണ്ടും മത്സരിക്കുന്നതിനെതിരെ വലിയ എതിർപ്പുകൾ രൂപപ്പെട്ടിരുന്നു അവിടെ. ഈ വീണ്ടും ഈ ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകൻ തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ മുസ്ലിം ലീഗിൽ പ്രാദേശികമായി ജില്ലാ കഴിഞ്ഞ വട്ടം ഉയർന്നു വന്നിരുന്ന ഒരു നെപ്പോ കിഡ് എന്നൊക്കെയുള്ള ഒരു പരാമർശം ഉണ്ടായിരുന്നു. അതെ, അതൊക്കെ മറികടന്നിട്ടുണ്ട്. അത് മറികടക്കാൻ അദ്ദേഹം ആയിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ വീണ്ടും മത്സരിപ്പിക്കുന്നതിൽ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ നേതൃത്വത്തിൽ എതിർപ്പുകളുണ്ടായിരുന്നു. അവിടുത്തെ ഒരു വിഭാഗം അതിനെ ശക്തമായി എതിർക്കുന്നുണ്ടായിരുന്നു. മറ്റൊന്ന്, ഈ മണ്ഡലം വെച്ച് മാറാനൊരു ശ്രമം നടത്തിയിരുന്നു. അവിടെ എറണാകുളം DCC പ്രസിഡൻ്റായ മുഹമ്മദ് ഷിയാസിന് കളമശ്ശേരിയിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. ആ കളമശ്ശേരിയിൽ മത്സരിച്ചാൽ രാജീവിനെ പരാജയപ്പെടുത്താൻ കഴിയുമെന്നുള്ളൊരു തോന്നൽ കോൺഗ്രസ്സിനും ഉണ്ടായിരുന്നു. അത് മുസ്ലിം ലീഗ് അത് അനുവദിച്ചില്ല. പകരം അദ്ദേഹത്തിന് കൊച്ചിയിലാണ് വീണ്ടും മത്സരിക്കേണ്ടി വന്നത്. ഈ മണ്ഡലം വെച്ച് മാറാനുള്ള ഇത് അനുമതി ലഭിക്കാതിരുന്നത്, അല്ലെങ്കിൽ അത് അനുവദിക്കപ്പെടാതിരുന്നതിൽ കോൺഗ്രസ്സിനും അവിടെ അമർഷമുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ UDF പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. അതേ സമയത്താണ് ഈ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലുമുള്ള അഡ്വാൻറ്റേജ്. 2021 രാജീവ് വളരെ വലിയ ഭൂരിപക്ഷത്തിൽ ഈസിയായി ജയിച്ചതുപോലെ ഇത്തവണ ജയിക്കാനുള്ള സാധ്യത നമുക്ക് ഉറപ്പിക്കാനാവില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന വികസന നേട്ടങ്ങൾ, വ്യവസായ മേഖലയിൽ, IT മേഖലയിലൊക്കെ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതൊക്കെയാണ് അവർ ഉയർത്തിപ്പിടിച്ച് പ്രചരണം നടത്തുന്നത്. ആ പ്രചാരണങ്ങൾക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും ഈ പറയുന്ന മണ്ഡലത്തിലെ സാമുദായിക ഘടകങ്ങളും മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവത്തെയൊക്കെ വീണ്ടും മറികടക്കാൻ കഴിഞ്ഞാൽ രാജീവിന് വീണ്ടും വിജയിക്കാൻ കഴിയും. മറിച്ചായാൽ രാജീവിൻ്റെ സ്ഥിതി അത്ര എളുപ്പമാവില്ല എന്നുള്ളത് കൂടിയുണ്ട്. കളമശ്ശേരി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി എഴുതാനായി ഇനി 2 ദിവസം മാത്രമാണ് ബാക്കി. മന്ത്രി പി രാജീവ് തുടരുമോ, അതോ UDF സ്ഥാനാർത്ഥിയായ വി അബ്ദുൽ ഗഫൂർ ചരിത്രം മാറ്റിയെഴുതി വീണ്ടും UDF മണ്ഡലം പിടിക്കുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. വലിയ മത്സരമാണ്. ജനങ്ങൾ വിധി എഴുതട്ടെ. ആ ജനവിധിക്കായി കാതോർക്കാം.